ജനുവരി മാസത്തെ ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ജേതാവ് PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത്, തിരുവനന്തപുരം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തർ. സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. വേദി കൊല്ലമായിരുന്നു. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീന. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്ത്, ഗുജറാത്ത്. ഇൻഡോർ, മധ്യപ്രദേശ്. തുടർച്ചയായി 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. കേരളം 22ാം സ്ഥാനം. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ്. അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തത്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി USA, വെസ്റ്റ് ഇൻഡീസ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. റോബോട്ടിൻ്റെ പേര് എലീന. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്ക. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡ്. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ മലയാളിയായ ശ്വേത K. സുഗതൻ. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യ. 1ാമത്തേത് അമേരിക്ക. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ഇന്ത്യ. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേര് ഉത്സവം. K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1.
തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ബി.ആർ. അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. പ്രതിമയുടെ ഉയരം 206 അടിയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലം ജില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതി ഏതാണ്? സംവാദ്. 9 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുന്നതിനുള്ള അവസരം നൽകുന്നത്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായർ 2022 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവൻ. അരുൺ രാജനാണ് സംവിധാനം. നായകൻ മമ്മൂട്ടി. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാണ്? കുമാരനാശാൻ. 1924 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങ് ഏതാണ്? കുഫ്രി ഉദയ്. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഉഗാണ്ട. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് ചേരിചേര സമ്മേളനം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ്? പെഞ്ച് കടുവ റിസർവ് പാർക്ക്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഏതാണ്? ലഡാക്ക്, ഹാൻലെ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.